വാഹനത്തിന് ഫൈനുണ്ടെന്ന പേരിൽ വ്യാജ സന്ദേശം അയച്ച് പണം തട്ടുന്നെന്ന മുന്നറിയിപ്പുമായി കേരള പോലീസ്. മോട്ടോർ വാഹന വകുപ്പിന്റെ പേരിൽ വാഹനത്തിന് ഫൈനുണ്ടെന്ന സന്ദേശം വാട്സപ്പിൽ അയക്കുന്നതാണ് തട്ടിപ്പിന്റെ പുതിയ രീതി. മോട്ടോർ വാഹന വകുപ്പിന്റെ പേരിലാണ് സന്ദേശം വരുന്നത്. മെസ്സേജിലെ വാഹന നമ്പറും മറ്റു വിവരങ്ങളും നിങ്ങളുടേത് തന്നെയായിരിക്കും. വരുന്ന സന്ദേശത്തോടൊപ്പം പരിവാഹൻ എന്ന പേരിൽ വ്യാജ ആപ്പ് അല്ലെങ്കിൽ വ്യാജ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ പണം നഷ്ടപ്പെടുമെന്ന് ഉറപ്പ്. അതിനാൽ ഇത്തരം സന്ദേശങ്ങളോട് പ്രതികരിക്കരുതെന്ന് ഫേസ്ബുക്ക് പേജിലൂടെ കേരള പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അഥവാ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ 1 മണിക്കൂറിനകം 1930 എന്ന നമ്പറിൽ വിവരം അറിയിക്കുക. ഗോൾഡൻ അവർ എന്നാണ് ഈ സമയത്തെ പറയുന്നത്. എത്രയും നേരത്തെ റിപ്പോർട്ട് ചെയ്താൽ നഷ്ടപ്പെട്ട തുക തിരിച്ചു ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. www.cybercrime.government.in എന്ന വെബ്സൈറ്റിലും പരാതി രജിസ്റ്റർ ചെയ്യാവുന്നതാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ AI ക്യാമറ വഴി ഗതാഗത നിയമലംഘനങ്ങൾക്ക് ഫൈൻ ഇടുന്നതിനാൽ പലർക്കും ഫോണിൽ ഫൈൻ സന്ദേശം വരാറുണ്ട്. ഇത് യഥാർത്ഥത്തിലുള്ള ഫൈനാണോ അതോ വ്യാജ സന്ദേശമാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാനാകും? വഴിയുണ്ട്. പരിവാഹൻ വെബ്സൈറ്റിലെ ഈ ചലാൻ ഡീറ്റെയിൽ എന്ന മെനുവിൽ പോയാൽ നമുക്ക് ഫൈൻ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. ചലാൻ നമ്പറോ വാഹന നമ്പറോ ലൈസൻസ് നമ്പറോ നൽകി സെർച്ച് ചെയ്യാം. ഫൈൻ ഉണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ കാണിക്കും. കെ ഫയൽ ന്യൂസ് ഡെസ്കിൽ നിന്നും അനുശ്രീ രാമചന്ദ്രൻ.